കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പുനഃസംഘടനയും അഴിച്ചുപണിയുമൊക്കെ ആളുകൾ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് വരുമ്പോൾ തന്നെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി സ്വയം സ്ഥാനമൊഴിഞ്ഞു, രാജിവെച്ചു. രാജിവെക്കാനുണ്ടായ കാരണമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. പണി ഇരന്ന് വാങ്ങിയതാണ് പാലോട് രവി. പാലോട് രവി ഒരു ബ്ലോക്ക് ലെവലുള്ള നേതാവിനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഈ പാർട്ടി അടപടലം 3G ആകും, അടപടലം തോറ്റ് തുന്നം പാടും, അടുത്ത മൂന്നാമതും ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും, പഞ്ചായത്തിൽ കെട്ടിവെച്ച കാശ് പോലും പല സ്ഥാനാർത്ഥികൾക്കും കിട്ടാത്ത തരത്തിലാവും കോൺഗ്രസിന്റെ പോക്ക്. കാരണം അണികളോട് സംസാരിക്കാൻ മാത്രമല്ല, ആളുകളോട്, വോട്ടർമാരോട് സംസാരിക്കാൻ 10% പഞ്ചായത്തുകളിൽ മാത്രമേ ആളുള്ളൂ. ബാക്കി എല്ലാവരും വൈറ്റ് കോളർ ജോബ് പോലെ കതറ്, തെച്ചുമിനിക്ക് കതറും വടിവൊത്ത ഭാഷയും വടിവൊത്ത വേഷവും മാത്രം ധരിച്ച് ഇങ്ങനെ ഇളിച്ചു കാണിക്കാൻ മാത്രമേ ആളുള്ളൂ എന്ന തരത്തിൽ വലിയ പരിഹാസ വർഷമാണ് പാലോട് രവി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ചൊരിഞ്ഞത് ഈ ബ്ലോക്ക് നേതാവിൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ക്ഷീണമായി നേതാക്കൾക്കൊക്കെ. വലിയ ക്ഷീണമെന്ന് മാത്രമല്ല, ഒരു പ്രത്യേക സമിതിയെ വെച്ച്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു സമിതിയെ വെച്ചു പാലോട് രവിയെ വിളിച്ച് വിചാരണ ചെയ്യണം, ചോദിക്കണമെന്നൊക്കെ വന്നപ്പോൾ തന്നെ പാലോട് രവിക്ക് കാര്യം മനസ്സിലായി. ഞാൻ എന്ത് പറഞ്ഞാലും ഇവരൊട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. PJ കുര്യനെ അടപടലം ആക്ഷേപിച്ചവരാണല്ലോ. എന്തിന് തരൂര് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നാടുനീളെ സഞ്ചരിക്കുന്ന തരൂരിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വച്ചവരാണല്ലോ. ആ ആളുകൾ എന്നോട് എന്ത് പറയാൻ? പ്രത്യേകിച്ച് DCC പുനഃസംഘടനയൊക്കെ വരുമ്പോൾ തൃശ്ശൂരിലെ ജോസഫ് ടാജറ്റ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ബാക്കി എല്ലാ ആളുകളെയും പുറത്താക്കുമെന്നൊരു ഡെമോക്രേറ്റിൻ്റെ വാൾ പോലെ ഇങ്ങനെ സംഭവം തൂങ്ങിക്കിടപ്പുണ്ട് തലയ്ക്ക് മുകളിൽ. അതുകൊണ്ട് പാലോട് രവി വിചാരിച്ചു, ഒരു വിചാരണയ്ക്കും ഇല്ല, ഒരുതിനോട് ഒരു കാര്യം പറയാനും പോകുന്നില്ല, ഞാൻ അങ്ങ് രാജിവെക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അത് കാലം തെളിയിക്കുമെന്നാണ് പാലോട് രവിയുടെ വാദം. കാരണം ഹൈക്കമാൻഡ് ഇടയ്ക്ക് DCC പ്രസിഡന്റുമാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് DCC പ്രസിഡന്റുമാർക്ക് കുറേ അധികം ഉത്തരവാദിത്തങ്ങൾ നൽകി. ഒന്ന്, ഫണ്ട് സ്വന്തം നിലയിൽ കണ്ടെത്തണം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടത് DCC പ്രസിഡന്റുമാരാണ്. DCC പ്രസിഡന്റുമാർ KPCCയുടെ ആജ്ഞ കേട്ടിട്ട് പ്രവർത്തിക്കാൻ നിൽക്കരുത്, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം, ആളെ കൂട്ടണം, പരിപാടികൾ സംഘടിപ്പിക്കണം, വോട്ട് കൂട്ടണം എന്നൊക്കെ കൃത്യം നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി എൻ്റെ അറിവിൽ ആദ്യം പിരിവ് തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലാണ്, പാലോട് രവിയുടെ നേതൃത്വത്തിൽ. അവർ പിരിവൊക്കെ തുടങ്ങി സജീവമായി നിൽക്കുമ്പോഴാണ് അടുത്തതാ വരുന്നത് DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടന. DCC പ്രസിഡന്റുമാർ പലരും പണിയെടുക്കുന്നില്ല. ആ പണിയെടുക്കാത്ത DCC പ്രസിഡന്റുമാരെ മാറ്റണം. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലെ DCC പ്രസിഡന്റിനെ മാറ്റി അവിടെ ഒരു യുവരക്തത്തെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണം എന്നൊരു ആവശ്യം ഈ VD സതീശൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അവിടെ ഉന്നയിച്ചു തുടങ്ങി. അപ്പോൾ പാലോട് രവിക്ക് കാര്യം മനസ്സിലായി, തൻ്റെ കാര്യം കട്ടപ്പുകയാണ്, തന്നെ പുകച്ച് പുറത്തു ചാടിക്കേണ്ട ശ്രമമാണ് നടക്കുന്നത് എന്ന് പാലോട് രവിക്ക് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു. എങ്കിലും ആ സ്ഥാനത്ത് അങ്ങ് ഇരിക്കാം, അമർന്നിരുന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ വസൂലാക്കാം എന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഗംഭീര പണി കിട്ടിയത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പാലോട് രവി രാജിവെച്ചത് KPCCക്ക് ഗുണമായി. കാരണം ഇനി ഒരു പുതിയ പ്രസിഡന്റിനെ നിർണ്ണയിക്കുമ്പോൾ പാലോട് രവിയുടെ അഭിപ്രായമൊന്നും ചോദിക്കുന്നില്ല. ശ്രീ രവി, താങ്കളെ മാറ്റി പുതിയൊരാളെ വയ്ക്കാൻ പോവുകയാണ്, താങ്കൾക്ക് എന്തെങ്കിലും വിഷണ്ണതയുണ്ടോ, വിഷമമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട സ്ഥിതി സണ്ണി ജോസഫിനോ VD സതീശനോ ഇല്ല. പാലോട് രവി ഇല്ല, ആ സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഈ പാലോട് രവി രാജിവെച്ചപ്പോൾ ജില്ലയിലെ കോൺഗ്രസ്സുകാർക്ക് ഇതിൽ പരം ആനന്ദലബ്ധി കിട്ടാനില്ല. ചില ആളുകൾ ജിലേബി കൊടുത്തു. ഷംനാഥ് എന്നൊക്കെ പറയുന്ന യൂത്ത് നേതാക്കളൊക്കെ ജിലേബിയും ലഡുവുമൊക്കെ വിതരണം ചെയ്താണ് ആഘോഷിച്ചത്. പാലോട് രവി പോയല്ലോ, അയാൾ സ്ഥാനമൊഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. കാരണം പലർക്കും അവിടെ DCC ആഫീസിലൊന്നും ചെന്ന് കാര്യങ്ങൾ പറയാൻ പോലും പറ്റില്ല. വേറൊരു തരത്തിലുള്ള ലോകമാണ് പാലോട് രവിയൊക്കെ സൃഷ്ടിച്ചു വച്ചതെന്നാണ് കോൺഗ്രസിന് അകത്തു നിന്നുള്ള സംഭാഷണങ്ങൾ. ഏതായാലും ഈ ജിലേബി വിതരണം ചെയ്ത നേതാവിനെതിരെ അച്ചടക്ക നടപടിയൊക്കെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്, അയാളെ സസ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്തുകൂടി ഇങ്ങനെ നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, പാലോട് രവി തുടങ്ങി വെച്ച ഒരു കാര്യം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ത് നേടും, അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. PJ കുര്യനും പറഞ്ഞത് ഇത് തന്നെയാണ്. യൂത്തന്മാർ അവിടെ മൽപ്പിടുത്തം നടത്തുന്നു, സമരം നടത്തുന്നു, മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ യൂത്തന്മാരില്ല. അതൊരു വലിയ വാസ്തവമാണ്. അതുപോലെ തന്നെ തരൂര് തുടങ്ങി വെച്ച തിരുത്തൽ സംഭവങ്ങൾ, തരൂര് തുടങ്ങി വെച്ച മറ്റ് പുരോഗമനപരമായ ആശയങ്ങൾ, തരൂര് രാഹുൽ ഗാന്ധിയോട് കെഞ്ചി പറഞ്ഞു, യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ ചുമതല എനിക്ക് തരണം, ഭാവിയിൽ വരുന്ന നേതാക്കളെ ഞാൻ വാർത്തെടുക്കാം, ഞാൻ നിയന്ത്രിക്കാം, ഞാൻ അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ തരൂരിനെ ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ തരൂരിനും ഇപ്പോൾ വിഷമമാണ്. തരൂരിന് പാർലമെന്റിൽ പാർട്ടിക്ക് അനുകൂലമായി സംസാരിക്കില്ല എന്നൊക്കെയാണ് പുതുതായി വരുന്ന വാർത്തകൾ തരൂരിനെ സംബന്ധിച്ച്.
തരൂര് പാലോട് രവിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തരൂര് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന നേതാവാണ്, കുറച്ചുകൂടി ഉന്നത സ്ഥാനീയനാണ്. അതുമാത്രമല്ല ലോക പൗരൻ കൂടിയാണ്. അതുകൊണ്ട് തരൂരിനും പാലോട് രവിക്കും വലിയൊരു ഇഴുകിച്ചേർന്ന മനോഭാവം കോൺഗ്രസ് നേതാക്കൾക്കില്ല. തരൂരും പാലോട് രവിയും എന്ന് പറയില്ല. ഒരു പക്ഷേങ്കിൽ PJ കുര്യനും പാലോട് രവിയും പറഞ്ഞു വെച്ചത് എന്ന് നേതാക്കൾ പറയും. തരൂരിനെ അവരങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. PJ കുര്യൻ പറഞ്ഞതും പാലോട് രവി പറഞ്ഞതും അച്ചട്ടായി ഭരിക്കാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലാണ്. VD സതീശൻ പറഞ്ഞ 63 നിയമസഭാ മണ്ഡലങ്ങളിൽ 60 മണ്ഡലങ്ങളിലും കോൺഗ്രസ് തോറ്റുപോകും, 3-ാം സ്ഥാനത്തെത്തുമെന്നാണ് പാലോട് രവി പറയുന്നത്. കാരണം പാലോട് രവിയൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളായിരുന്നു പണ്ട്. ഇപ്പോഴെങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. മുമ്പ് ഗ്രൗണ്ടിൽ ഇറങ്ങി നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് പാലോട് രവിയൊക്കെ ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ എത്തിയത്. പിന്നീട് അങ്ങോട്ട് മൗനം പാലിച്ചതാകാം. ഏതായാലും പാലോട് രവി പറഞ്ഞു വെച്ച കാര്യങ്ങൾ, PJ കുര്യൻ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ശാപവാക്കുകൾ പോലെ കോൺഗ്രസിനെ ഗ്രസിച്ചിട്ടുണ്ട്. അത് സണ്ണി ജോസഫോ അതുപോലെ VD സതീശനോ 1000 വട്ടം കുളിച്ചാലും എവിടെയൊക്കെ പോയി നേർച്ചകൾ നേർന്നാലും അതൊരു ശാപവാക്ക് പോലെ തന്നെ കോൺഗ്രസിനെ ഗ്രസിച്ചിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. കാരണം അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ ആളില്ല. ഉപരിപ്ലവമായി ജാട കാണിക്കാനും VD സതീശന്റെ പെട്ടി ചുമക്കാനും മാത്രമാണ് കോൺഗ്രസിൽ ആളുള്ളത് എന്നാണ് ഈ വിമർശനങ്ങളുടെ കാതൽ എന്ന വസ്തുതയും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.